രാജ്യത്ത് മുതലിറക്കാൻ കമ്പനികൾ തയ്യാറാകും. ഇഷ്ടംപോലെ സൗകര്യങ്ങൾ. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കയൊക്കെ പരാജയപ്പെടും. അടുത്ത വളർച്ച ഇനി ചൈനയുടേതാണ്. ചൈനയെ ഭയപ്പെടാത്ത രാജ്യം ഇനി ലോകത്തുണ്ടാവില്ല. അത്രയും വലിയ വളർച്ചയാണ് ചൈനക്ക് വരാൻ പോകുന്നത്. എന്തുകൊണ്ട്? കമ്മ്യൂണിസ്റ്റ് വരട്ട് തത്വവാദം ഉപേക്ഷിച്ചു. എന്നിട്ട് ജനപക്ഷത്ത് നിൽക്കാൻ ചൈന തയ്യാറായി. കമ്മ്യൂണിസം ഒരു തരം വരട്ട് തത്വവാദമാണ്. അത് തിന്നൂല്ല, തിരികൂല്ല. ആ കമ്മ്യൂണിസ്റ്റ് വരട്ട് തത്വവാദത്തെ ഉപേക്ഷിക്കുക. ഞാൻ നിങ്ങളെ ലോക്കലാട്ടിയല്ല പറയുന്നത്. ആ ആശയപരമായ വരട്ടു തത്വവാദങ്ങളിൽ നിന്ന് കമ്മ്യൂണിസം പുറകോട്ട് പോവുക. എന്നിട്ട് അതിന് പിൻവലി നിർമ്മാണാത്മകമായ കാര്യങ്ങളിൽ സഹകരിക്കുക. അവിടെ ജനപക്ഷത്ത് നിൽക്കുക. നിർമ്മാണങ്ങൾ നടക്കട്ടെ. അങ്ങനെയാണ് പോളണ്ടിലെ ഒരു സമരം നടക്കുന്ന ഒരു ഷൂ ഫാക്ടറിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സന്ദർശിച്ചു. സമരം നടക്കുകയാ, നിർമ്മാണമില്ല. സമരം നടക്കുകയാ, പക്ഷെ നിർമ്മാണമുണ്ട്. അത്ഭുതപ്പെട്ടു പോയി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോളണ്ടിലെ ഒരു ഷൂ നിർമ്മാണ ഫാക്ടറിയിൽ സന്ദർശിച്ചപ്പോൾ അത് അത്ഭുതപ്പെട്ടു പോയി നമ്മുടെ പ്രധാനമന്ത്രി അക്കാലത്ത്. എന്ത് സമരം എന്ന് പറഞ്ഞിട്ട് ഗേറ്റിന്റെ മുന്നിൽ തൊഴിലാളികൾ കുത്തിയിരിക്കുകയല്ല. തൊഴിലാളികൾ എന്തേ ചെയ്യുന്നു? തൊഴിലാളികൾ സമരം നടക്കുന്ന പീരീഡിൽ വലത്തേക്കാലിന്റെ ഷൂ മാത്രമേ നിർമ്മിക്കുകയുള്ളൂ. അങ്ങനെയാ. സമരം തീർന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ഇടത്തേക്കാലിന്റെ ഷൂ കൂടി നിർമ്മിച്ചു കൊടുക്കും. അപ്പോ മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞത് ഭയങ്കര പോയിന്റ് അല്ലേ? അപ്പോഴോ സമരത്തിന്റെ ഘട്ടത്തിൽ എന്തുണ്ട്? നിർമ്മാണമുണ്ട്. എന്നാൽ മുതലാളിക്ക് വിറ്റ് കാശാക്കാനോട്ട് കഴിയില്ല. കാശില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായും മുതലാളി തൊഴിലാളിയോട് സഹകരിക്കാൻ കഴിയും. നിങ്ങൾ ഇവിടെ ഉണ്ടാ? നമ്മളൊരു കമ്പനി കേരളത്തിൽ തുടങ്ങിയാൽ അന്ന് പിറ്റേന്ന് പൂട്ടും. പിറ്റേന്ന് ചുവന്ന കൊടി കുത്തി പൂട്ടി. അങ്ങനെ എന്തിനാ തുടങ്ങിയെന്ന് വെച്ചാൽ, എന്തിനാ പരിപാടി കമ്പനി തുടങ്ങിയെന്ന് വെച്ചാൽ, എന്തിനാ പിന്നെ സമരം എന്ന് വെച്ചാൽ എന്തിനാ തുടങ്ങിയത് എന്നാണ് അതിന് മറുപടി. അങ്ങനെയാണ് പുതിയറയിലെ സുലൈമാൻ മുസ്ലിം സ്വന്തം വീടിന് തീ കൊടുത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലീസുകാർ വന്ന് ചോദിച്ചു, അത്ര എന്തിനാ മുസ്ലിയാരെ പൊരക്ക് തീ കൊടുത്തത്? അപ്പൊ മുസ്ലിയാർ പറഞ്ഞു, എന്തിനാ പൊര ഉണ്ടാക്കിയെന്ന് ചോദിക്ക്. അപ്പോൾ ചോദിച്ചു പോലീസുകാരൻ, എന്തിനാ മുസ്ലിയാരെ പൊര ഉണ്ടാക്കിയത്? അപ്പോൾ മുസ്ലിയാർ മറുപടി പറഞ്ഞു, തീ കൊടുക്കാൻ തന്നെയാണ്. അപ്പൊ നമ്മളെ നാട്ടിൽ എന്തിനാ കമ്പനി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ സമരം ചെയ്യാൻ തന്നെയാണ്. ഒരു നിർമ്മാണമില്ല, ഒരു കമ്പനിയില്ല. ഒരു പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് കിട്ടണമെങ്കിൽ കോയമ്പത്തൂരിനുണ്ടാകും. ഇവിടെ ഇല്ല. ഇവിടെ ആകട്ടെ വലിയ തൊഴിലാളികൾ ഭരിക്കുന്ന നാടുമാണ്. എല്ലാവരും തൊഴിലാളി പക്ഷത്താണ്. കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി പക്ഷത്താണ് നിൽക്കുന്നത്. പക്ഷെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ നിർമ്മാണമല്ല, ഇവിടെ കൃഷിയില്ല. ഇവിടെ എന്താണ്ട് ഇവിടെ ഇങ്ങനെ സ്വപ്നം പേറി ഫാൻസിന്റെ പോക്കറ്റിൽ കൈയിട്ട് കുറച്ച് വിഡ്ഢികൾ നടക്കുന്നുണ്ട്. അതാണ് കേരളം. എന്നിട്ട് ഇങ്ങനെ വായി നോക്കി എല്ലാ ബസ് സ്റ്റോപ്പിലും കുറെ വായി നോക്കികൾ ഇരിക്കും. അവർക്കൊരു പുതിയ പേരുണ്ട്, പൂവാലന്മാർ. പണിയില്ല, ഒരു പണിയില്ല, ഒരു പണിയില്ലാതെ പൂവാലന്മാരായി. പണി വേണം മനുഷ്യൻ. എന്തെങ്കിലും തൊഴിൽ ചെയ്യണം. തൊഴിൽ ഒപ്പില്ല. തൊഴിലോ തുടങ്ങിയ പിറ്റേന്ന് പൂട്ടി. എന്തിനും പൂട്ടി. അത് തന്നെ. ഒരു ചാക്കും കൊണ്ട് വരാൻ വയ്യ. ആ ചാക്ക് ഇറക്കണമെങ്കിൽ വെറുതെ നിൽക്കുന്ന ആൾക്ക് ശമ്പളം കൊടുക്കണം. ഒന്നും വിചാരിക്കരുത്. മനുഷ്യനെ കൊല്ലുക തന്നെ പരമാവധി. ഒന്നും വിചാരിക്കരുത്. ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം. എങ്ങനെയെങ്കിലും ജനപക്ഷത്ത് നിൽക്കുന്നതിന് പകരം ചില പ്രത്യേകമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കളിക്കുക. ഞാൻ പറയട്ടെ, ഞാൻ ഈ പറഞ്ഞ ഗൗരവമാണ്. ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് അടക്കമുള്ള ഉൽപ്പന്നങ്ങളും ഫാക്ടറികളും ഉള്ളത് ബംഗാളിലാണ്. എന്തുകൊണ്ട് ബംഗാളിനെ കണ്ടുപിടിച്ചുകൂടാ? ജനപക്ഷത്ത് നിൽക്കാൻ തയ്യാറാവുന്നു. അവിടേക്ക് എന്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെ മുഴുവനും ജനക്ഷേമം എന്ന് പറയുകയല്ല. പക്ഷെ ആലോചിക്കണം, ഇവിടെ നടക്കണില്ല. പിന്നെയോ, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട കാർഷിക രാജ്യമാണ് ചൈന. ചൈനയുടെ മുന്നിൽ അമേരിക്ക മുട്ടുകുത്തേണ്ടി വരും. കുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ചൈനയെ പോലെ അമേരിക്കക്ക് പേടിയാണ്. കുത്തിയിട്ടുണ്ട്. എന്റെ വരട്ടു തത്വവാദം ഉപേക്ഷിച്ചു. ഒരു കാലത്ത് വാതിൽ തുറക്കാത്ത, ഒന്നിനും സമ്മതിക്കാത്ത രാജ്യമായിരുന്നു ചൈന. ഇന്ന് ചൈനയെ പോലെ ഫ്രീഡം ഉള്ള രാജ്യമില്ല. മാറി. കമ്മ്യൂണിസ്റ്റ് വരട്ടു തത്വവാദങ്ങളിൽ നിന്ന് ജനപക്ഷത്ത് ചിന്തിക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചൈനയിൽ തയ്യാറായി. മാറ്റങ്ങൾ ഉണ്ടായി. ഇവിടെയും നിർമ്മാണങ്ങളുണ്ട്, കൃഷിയുണ്ട്. കണ്ണെത്താത്ത ദൂരത്ത് കൃഷിയാണ് ഇപ്പോൾ ചൈനയിലെ. എല്ലാം വരുന്ന ചൈനയിലാ. എല്ലാം ഇതാ മുസ്ലിയാരായ ഞാനിട്ട ഈ തൊപ്പി വരെ വരുന്നത് ചൈനയിലാണ്. ഒക്കെ ചൈനേനാ. മുസ്ലിംമാരിടുന്ന തൊപ്പി വരെ വരുന്നത് ചൈനയാണ്. എല്ലാം മേഡ് ഇൻ ചൈന. ചൈനയിൽ മുസ്ലിമീങ്ങൾ കുറവാ, പക്ഷെ മുസ്ലിമീങ്ങൾക്കിടാനുള്ള തൊപ്പി ഉണ്ടാക്കുന്നത് ചൈനയാണ്. ചൈന എന്നുള്ള തൊപ്പിയാ. ഇത് ചൈനയെന്നാണ്. എന്തോ ആവോ. ചൈനയിൽ പോയി പഠിക്കാൻ മുഹമ്മദ് നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുണ്ടോ? അപ്പൊ ജനങ്ങളും സർക്കാരും ഒരു പക്ഷത്ത് നിന്നപ്പോൾ സ്വപ്നങ്ങളിൽ നിന്ന് ജനങ്ങൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ജനങ്ങൾ നേരായ വഴിക്ക് പോയി.
നിർമ്മാണങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് നിർമ്മാണത്തിന്റെ പക്ഷത്ത് നിൽക്കണമെങ്കിൽ ലോട്ടറി നിരോധിക്കുകയല്ലാതെ നിർവാഹമില്ല. അത് വേണ്ട, തൊഴിൽ ചെയ്തോ. തൊഴിലിന് വഴികൾക്കാണ് ഞാൻ കൃത്യമായി അവസാനിക്കാത്തൊരു തൊഴുത്തുണ്ടെങ്കിൽ ഒരു പശുവിനെ പോറ്റ ഇന്ന് ഒരു പ്രശ്നമില്ല. ഒരു പശുവിനെ പോറ്റാൻ ഇന്നൊരു തൊഴുത്ത് മതി, ഒന്നും വേണ്ട, എല്ലാം കിട്ടും. ഒരു പശു ഉണ്ടായാൽ ഇവിടെ പുൽകൃഷി വരെ നടക്കും. അപ്പോൾ അതിന്മേലായി പണിയായി പുല്ല് വെട്ടാൻ കൈകൊണ്ട് കഴിയണമെങ്കിൽ അതിനൊക്കെ മെഷീനും സൗകര്യങ്ങളില്ലേ? നല്ല പുൽകൃഷി, വീണ്ടും 15-20 കഴിഞ്ഞാൽ വീണ്ടും പുല്ലുണ്ടായി വെട്ടി വിൽക്കാം, അതൊരു കൃഷി. വെണ്ടക്ക, കൈപ്പങ്ങ, ഈ വീട്ടിൽ വഴുതനങ്ങ തിന്നരുത്. അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഇന്ന് തിന്നുന്ന പച്ചക്കറിയാണ് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നത്. അത് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. വെള്ളരി, വെണ്ടക്ക, ഇതിനൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. നമ്മളെ തെങ്ങിന് മണ്ടരിയാണെങ്കിൽ ആ തെങ്ങിന്റെ ഓല എടുത്തിട്ട് ചൂലാക്കിയാൽ നമുക്ക് അന്യ സംസ്ഥാനത്തേക്ക് കയറ്റാം. ഒരു ദിവസം 5 ലോഡ് ചൂലാണ് കേരളത്തിലേക്ക് വരുന്നത്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നിർമ്മാണങ്ങളോട് സഹകരിക്കാൻ തയ്യാറാകണം. പുനരധിവസിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കരുത്. ഇതിനേക്കാൾ വലിയ ഒരു ഘട്ടത്തിൽ ഇവിടെ ചാരായം ഉണ്ടാക്കിയിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. എല്ലാ കവലകളിലും ചാരായം. ഇപ്പോൾ അത് കാണുന്നില്ല. അതിനൊക്കെ തൊഴിലാളികൾ ഉണ്ടായിരുന്നല്ലോ, എന്തേ ചെയ്തു? അന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഈ തൊഴിലാളികൾ എവിടെയാ പുനരധിവസിപ്പിക്കാം എന്ന്? അതുപോലെ തൊഴിലാളികളുടെ ഒരു വിഷയമാണ് വേശ്യാവൃത്തി. വേശ്യാവൃത്തി നിരോധിക്കേണ്ട, കാര്യമായി എല്ലാവരും അതിലിറങ്ങിക്കോട്ടെ. എന്താ പറയുക, കുറച്ച് തൊഴിലാളികളുടെ സ്ത്രീക്ക് ഉള്ളത് കൊണ്ട് അവരെ എവിടെ പുനരധിവസിപ്പിക്കും, അതുകൊണ്ട് വേശ്യാവൃത്തിയും നടക്കട്ടെ. അതും കൂടെ പറയേ, എല്ലാം നടന്നോട്ടെ, എല്ലാ കാര്യവും നടന്നോട്ടെ. ഇതെന്റെ വാക്കാണ്. പിന്നെ അരാജകത്തിന് എവിടെയെങ്കിലും പോകണം. ഒരു നാട്ടിൽ വേശ്യാവൃത്തി ഉണ്ടായാൽ വേശ്യാവൃത്തിയിൽ ലോകത്ത് റഷ്യയിലും ചൈനയിലും വരെ കുറ്റകരമല്ലേ? കാര്യം നടന്നാലും കുറ്റകരമാണല്ലോ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതിന്റെ പേരൊന്നും പറഞ്ഞിട്ട് ഒരു ക്രിയാത്മകമായി ചിന്തിക്കുന്നതിന് പകരം ജനങ്ങളെ മുന്നിൽ വരട്ടു തത്വവാദം പറയാൻ ഇവിടുത്തെ പ്രതിപക്ഷ ഭരണപക്ഷങ്ങൾ ഒരുങ്ങരുത്. ജനപക്ഷത്ത് നിൽക്കണം. നിങ്ങളെയൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് നീതി കിട്ടേണ്ടതുണ്ട്. നിങ്ങൾ നീതിമാന്മാരായാൽ നിങ്ങൾ പ്രവാചക തുല്യരാണെന്ന് പുണ്യ നബി പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമതി ദുആഉൽ ഇമാമിൽ ആദി, നീതിമാനായ ഭരണാധികാരിയുടെ പ്രാർത്ഥന ഉടനെ ഉത്തരം കിട്ടുന്നതാണെന്ന് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നീട്ടുന്നില്ല. രണ്ടാമതായ മുസ്ലിമീങ്ങൾ ചിന്തിക്കണം, ഈ കയ്യിലെ കിട്ടുന്ന പൈസക്ക് ഒരിക്കലും ലോട്ടറി എടുക്കരുത്. വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ഒരിക്കലും നിങ്ങൾ അമിതവ്യയം ചെയ്യരുത്. അത്യാവശ്യം നിലല്ലാതെ പണം ഇറക്കരുത്. അത്യാവശ്യത്തിനല്ലാതെ ചെലവഴിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അമിതവ്യയം ചെയ്യുന്നവർ പിശാചിന്റെ സഹോദരന്മാരാണ്.